ഒരു 3 ദിവസം കൊണ്ട് മണാലി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്നത് നഗറിലായിരുന്നു. ആദ്യത്തെ ദിവസം ഞങ്ങൾ നഗർ കാസിൽ പോയി. ഇതാണ് നഗർ കാസിൽ. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അന്ന് തന്നെ കുളുവിലെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. മെയിനായിട്ട് റിവർ റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിങ്, അതുപോലെ ഹോട്ട് എയർ ബലൂൺ, ഇതാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ ദിവസം ഏർലി മോർണിംഗിന് ഇറങ്ങണം. കോക്സറിലേക്കാണ് യാത്ര. അവിടെയുള്ള സ്നോ ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. സോളാങ് വാലി വഴിയാണ് പോകുന്ന വഴി സിപ്പ് ലൈൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. രണ്ട് വശവും മഞ്ഞാണ്. അഡാൾട്ടനെല്ലാം ക്രോസ് ചെയ്ത് കോക്സറിലേക്കുള്ള യാത്ര തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടുന്ന് പിന്നെ സ്നോയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ യാത്ര തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അന്ന് തന്നെ മടങ്ങുന്ന വഴിയിൽ ഹിഡിംബ ടെമ്പിളും മാൾ റോഡും കവർ ചെയ്യാം. തേർഡ് ഡേ ആദ്യം പോയത് ജാന വാട്ടർഫാൾസിലേക്കാണ്. അവിടെ വെച്ച് മണാലിയിലെ ട്രഡീഷണൽ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇത് സിഡു ആണ്. ഇത് സിഡു, ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് സിഡു എന്ന് പറയും. ഇതെന്താ? മക്കി റൊട്ടി. അധിക സമയം അവിടെ നിൽക്കാൻ കഴിയില്ല വെള്ളത്തിൽ, കാരണം എന്ന് വെച്ചാൽ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. തേർഡ് ഡേ മണിക്കരനും കസോളും ആയിരുന്നു പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോയത് ജാന വില്ലേജിലേക്കായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് തന്നെ അവിടെ മണാലിയിലുണ്ട്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഞങ്ങളെ ഗ്രൂപ്പ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് വഴിയാണ് എത്തിയത്. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ഇതുപോലെ വോൾവോ ബസ്സിൽ അത് കയറി മണാലി ഏർലി മോർണിംഗ് മണാലി എത്തുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മണാലിയിലേക്ക് പോകുന്ന വഴിയിൽ കുറേ തുരങ്കങ്ങളൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. പോകുന്ന വഴി ചെറിയൊരു ബ്ലോക്ക് കിട്ടി. മണ്ണിടിച്ചിൽ എപ്പോഴും ഉണ്ടാകുന്ന റോഡാണത്. അപ്പം റോഡ് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ചില സ്ഥലത്തൊക്കെ റോഡ്. കണ്ടില്ലേ, മണ്ണ് ഇടിഞ്ഞൊക്കെ റോഡ് ലംബായിക്കണേ. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ താമസിച്ചിരുന്നത് കുളുവിനടുത്ത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റിസോർട്ടിലാണ്. സോഹംസ് റിസോർട്ട്. ഇതാണ് സോഹംസ് റിസോർട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. ഇത് അവിടുന്ന് റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ഈ മഞ്ഞൊക്കെ പതിച്ചിരിക്കുന്ന മലയൊക്കെ കാണാം. ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ റിസോർട്ടിനടുത്ത് തന്നെ എൻ്റെ സുഹൃത്ത് ഷെൽബിനൊരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങൾ അവിടെയും പോയിരുന്നു. കുറച്ച് പേര് അവിടെ താമസിച്ച്. ഓക്കെ ചോട്ടു 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 നാം ഹൈ ഇസ്കാ ലോല. ലോല അപ്പോൾ മരങ്ങളെ നടുവിലാണ് നമ്മുടെ ഈ തോട്ടം സൂക്ഷിപ്പുകാരി ഒക്കെ ഉണ്ട് ഇവിടെ. ആപ്പിൾ ഇതേ ഉണ്ടായി വരുന്നുള്ളൂ. പക്ഷേ ഒരു മാസം കൂടി കഴിഞ്ഞ്. ഇത് ആപ്പിളല്ലടാ, ഇതാണ് ആപ്പിൾ. അങ്ങോട്ട് ആയിട്ടുള്ളൂ. അടുത്ത മാസം ഒരു 2-3 മാസം കൊണ്ട് റെഡിയാവും. ഓഗസ്റ്റിലല്ലേ മെയിനായിട്ട്? ഓഗസ്റ്റിലാണ് ഇവിടെ മെയിൻ. അത് സബർജിലാണ്. അത് സബർജിലുണ്ട്. ഇതെന്താ? ഇത് ആപ്പിളിൻ്റെ തൈകളാണ്. ഓക്കെ ഫൈൻ. ഇവിടെ നിങ്ങളുടെ ആപ്പിൾ തോട്ടം തന്നെയാണ് കേട്ടോ മൊത്തം. സീസൺ വന്നാൽ ഇവിടെ പൊളിയാണ്, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അപ്പോൾ ഈ ബാക്കിൽ നല്ല സൂപ്പർ ഒരു പാടിയാണ്, അടിപൊളി. അപ്പോൾ ഞാൻ ഈ സെറ്റപ്പിൻ്റെ മുതലാളിയെ പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് തിരിഞ്ഞ്. ഹലോ, ഹായ്. ഇതാണ് ഷെൽബിൻ, കൊച്ചിക്കാരനാണ്. ഇപ്പോൾ തൽക്കാലം മണാലിയിലാണ് താമസം, പരിപാടികളൊക്കെ. ഇവിടെ ചെറിയൊരു ഹോം സ്റ്റേ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താമസിച്ച് ഈ മഞ്ഞ് ഇതേ കണ്ടില്ലേ, അതൊക്കെ മഞ്ഞാണ് കണ്ടോ, മഞ്ഞ് മലകളുടെ മഞ്ഞൊക്കെ കണ്ട്. ഈ ചെടി എന്താണെന്ന് മനസ്സിലായിരുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ഹോം സ്റ്റേന്ന് ഇറങ്ങി. ഹോം സ്റ്റേക്ക് പോകുന്ന വഴിയൊക്കെ എന്തെല്ലാം ഭംഗിയാണ്. ആദ്യത്തെ ദിവസം കുളുവിലെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ഹലോ, ഹായ് 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 ഹായ്. നമ്മളിപ്പോൾ പാരാഗ്ലൈഡിങ്ങിൽ പോവാണ്. പാരാഗ്ലൈഡിങ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ളവർ അവിടെ ക്യാൻസൽ ചെയ്തു. വിൻഡ് ഖരാബാണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. അവർ ചെയ്തില്ല. അപ്പം ഞങ്ങൾ ചെയ്തവർ ഭാഗ്യവാരെന്ന് പറയണം. ഇത് ഹോട്ട് എയർ ബലൂണാണ്. ഹോട്ട് എയർ ബലൂൺ, പാരാഗ്ലൈഡിങ്, റിവർ റാഫ്റ്റിംഗ്, ഇതാണ് കുളുവിലെ മെയിനായിട്ടുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. ഇതാണ് നഗർ കാസിൽ. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇത് പണ്ടത്തെ കുളുവിലെ രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. രാജാ സിദ് സിംഗ് ആണ് ഇത് ഉണ്ടാക്കിയത് 1460. പിന്നീട് ഹിമാചൽ പ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കൈമാറി. ഇപ്പോൾ ഇവിടെ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ്. നല്ല കൺസ്ട്രക്ഷനാണ്, നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷനാണ്. കല്ലുകളും അതുപോലെ മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. അടിപൊളി ഒരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ്. അതെനിക്കിഷ്ടപ്പെട്ടു ഈ ചാർജിങ് സ്റ്റേഷൻ ഈ കൊട്ടാരത്തിൽ.
അത് കൊള്ളാമല്ലോ. ആ ഒരു ഗണ്ണിനെ രാജാവ് ഇത് കൊടുത്താണെന്ന് പറഞ്ഞത് സായിപ്പിന്. ആ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ നമുക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പേരെന്ത് പറഞ്ഞു? ത്രിപുര സുന്ദരി ക്ഷേത്രം. ആ അതെ, ധർമ്മരാജ നോവലല്ലേ? അതെ അതെ, നല്ല ആർട്ട് വർക്ക് നോക്കിയേ. റിസോർട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണിത്. റിസോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഹലോ, ഹായ് ഹായ്. ഇതും ഒരു പരിപാടിയാണ്. ഇതാണ് ഞങ്ങൾ ഫുൾ ടീം. രാത്രി റൂഫ് ടോപ്പിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ കത്തിയെല്ലാം അടിച്ച് അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഫസ്റ്റ് ഡേ കുളുവിലെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെക്കൻഡ് ഡേ ഞങ്ങൾ കോക്സറിലെ മഞ്ഞ് കാണാനാണ് പുറപ്പെട്ടത്. സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് യാത്ര തുടങ്ങി. വീണ്ടും കോക്സറിൽ പോയിട്ട് സ്നോ കാണാനുള്ള യാത്രയിലാണ്. ഇത് നമ്മളിവിടുന്ന് സ്നോ ഇടാനുള്ള ഡ്രസ്സുകളും എല്ലാം നമുക്ക് ഇവിടെ വാടകയ്ക്ക് കിട്ടും. ഇതാണ് നമ്മളെ ഡ്രൈവർ ബാ ജിത്തു. അപ്പോൾ ഇന്നത്തെ ഓക്കെ അപ്പോൾ നമ്മുടെ മോള് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഫുൾ സെറ്റ്. ഗ്ലാസ് ഇട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഞാൻ കൊടുക്കാം. ഇവിടെ നമ്മൾ ഫുൾ ടീം ഇവിടെ ഇത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുള്ള ഇവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. ഷെൽവിനാണ് നമ്മൾ ഇന്നത്തെ ക്യാപ്റ്റൻ. എല്ലാവരും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ സിപ്പ് ലൈൻ ഒന്ന് പരീക്ഷിച്ചു. സിപ്പ് ലൈന് പോകുന്നവർ ഒരു കാരണവശാലും കാല് ഇതുപോലെ ആട്ടരുത് എന്നാണ് അയാൾ പറഞ്ഞത്. സോളാങ് വാലി. ഏതാണ് സോളാങ് വാലിയിൽ? ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ മറ്റേ യാക്ക് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് സോളാങ് വാലിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സോളാങ് വില്ലേജ് ആണ്. ഓക്കെ, ബാക്കിൽ നല്ല സ്നോ ഉണ്ട്, സ്നോ കാണാം. ഇതാണ് അവിടെ റോപ്പ് വേ ഉണ്ട്. अटल टनल है नीचे उतरना है वापस में. हाँ ओके चले. हाँ फोटो खींचना मना है नहीं है? ओके. അടൽ ടണൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 9.5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. 9.6 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത്. സോ നമ്മൾ അടൽ ടണലിലേക്ക് കയറുകയാണ്. നമ്മൾ അടൽ ടണൽ കയറി. അടൽ ടണൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ എക്സിറ്റ് എഴുതി വെച്ചാണ്ടോ, എക്സിറ്റ്, അതാണ് എക്സിറ്റ് പോയിന്റ്. ആ എക്സിറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു എവറി 200-300 മീറ്റേഴ്സ് പോകുമ്പോൾ അങ്ങനെ എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇത്ര വലിയ ലെങ്ത്തുള്ള ടണലല്ല, 9.7 കിലോമീറ്റർ നീളമുള്ള ടണൽ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഉടനെ തന്നെ ട്രാഫിക് ആ ടണലിലേക്ക് മാറ്റും. ടണൽ ഇറങ്ങി നമ്മൾ ആ ടണലിൽ കൂടെ നമ്മൾ വന്നത്. ഈ മല മൊത്തം നമ്മൾ കവർ ചെയ്ത് ഇങ്ങ് പോകുന്നു. ഇത് റൂട്ട് കാർഗിൽ റൂട്ട് ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് റോത്തങ് പാസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ്. ലഡാക്കിലേക്ക് പോകുന്ന വഴിയാണത്, കാശ്മീർ. നമ്മളിങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ റോത്തങ് പാസിലേക്കാണ് പോകുന്നത്.
ഇതാണ് റോഹ്തങ് പാസ്. സ്നോ ഇവിടെ റോഡിൽ തന്നെ സ്നോ ഉണ്ട്, പക്ഷെ ചളി പിളിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള സ്നോ കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം. റോഡിൻ്റെ രണ്ട് വശത്തും മഞ്ഞുമലകളുണ്ട്. പോകുന്ന വഴി നല്ല ഭംഗിയാണ്. റോഡ് സൈഡിലൊന്നും പബ്ലിക് ടോയ്ലറ്റ് ഒന്നും കണ്ടില്ല. അതാണ് ഒരു ന്യൂനതയായിട്ട് തോന്നിയത്. അടൽ ടണലിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ പബ്ലിക് ടോയ്ലറ്റ്. അതാണെങ്കിൽ ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലം. പക്ഷേ ഈ വഴി അടിപൊളി വഴിയായിരുന്നു. കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ ഒക്കെ. അത് ബ്ലാക്ക് സ്നോ എന്നാണ് ഇവർ പറയുന്നത്. സ്നോ ആണ്, പക്ഷെ ചളിയെല്ലാം കൂടി മുകളിൽ നിന്ന് ഒലിച്ച് വന്നിട്ട് മഴ പെയ്തുകൊണ്ടേ. ഇത് മഞ്ഞുമതിലാണിത്, മഞ്ഞാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ റോഡ് മാന്തി മഞ്ഞ് മാറ്റിയേക്കാണത്. പക്ഷെ സ്നോ ആണ് ഈ കാണുന്നതല്ല, പക്ഷെ ഇത് കളറില്ല, വൃത്തിയില്ലാത്ത എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ആ മഞ്ഞിലേക്ക് മണ്ണ് കയറി വന്നിട്ട് ബ്ലാക്ക് സ്നോ ആയിട്ടുണ്ട്. പിന്നെന്താ ഇവരാരും കാശ്മീരത്തെ ഇഷ്യൂ അറിഞ്ഞില്ല തോന്നുന്നു. മണാലിയിൽ സ്നോ ആക്ടിവിറ്റീസ് ആണ്. മണാലിയിലെ കോക്സർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് സ്നോ ആക്ടിവിറ്റീസ്. മെയിലാണ് കേട്ടത്. എല്ലാ മാസവും ഉണ്ടാവും. സമ്മറാന്ന് വിചാരിച്ച് സ്നോവിനൊരു കുറവില്ല. മാറിക്കേ ഇങ്ങോട്ട് വാ, നടന്നു പോര്. ആ പിന്നെ എല്ലാവരെയും സിനിമയിലെടുക്കും, ഒരാളെ വിടില്ല. പക്ഷെ ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് അല്ലാത്ത ആളുകൾ കയറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതാണ് സങ്കടം. ഇതൊക്കെയാണ് ഗ്രൂപ്പായിട്ട് കിട്ടും. ഇതിനകത്ത് ഏതാണ് നമ്മുടെ ഗ്രൂപ്പ്, ഏതാണ് ഓക്കെ. വീഡിയോന്റെ ഇടയിൽ ഞാൻ ഫോട്ടോ എടുക്കും, മനസ്സിലായില്ലേ? രണ്ടും കൂടി ഒന്നിച്ചെടുക്കാൻ പറ്റും ഈ ക്യാമറയില്. അടിപൊളി. ആ ബിജോ ഇവിടെ എത്തിയോ? ഓൾറെഡി ചാലുമാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് പോണം സേഫ്. ഫോട്ടോ ചാർജ് ഓ കിത്തന. ഇതാണ് മണാലിയിലെ ദേശീയ ഭക്ഷണം, മാഗി. ഇവിടെ സ്നോ പോയിന്റിൽ കോക്സറിൽ എല്ലാവരും ഇതാണ് കഴിക്കുക. കാരണം ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല. സോലാങ് വാലിയിൽ പോകണം താഴെ പിന്നെ ഭക്ഷണം കിട്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ മാഗി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മോള് നോക്കുള്ളൂ. ആ സെറ്റായി വീഡിയോ ആണല്ലോ ഇത്.
ചലേ ചലേ ടൂറിസ്റ്റ് എന്നറിയാം യെല്ലോ എഴുതിന് ടൂറിസ്റ്റ് എന്നുണ്ട് എടോ അറിയില്ലടാ ആ കിട്ടിയോ വണ്ടി ലഡാക്കിലേക്കൊക്കെ പോകുന്ന പോലെ ഉണ്ട് ചന്ദ്രഭാഗ എന്നുള്ള നദിയാണിത് ഈ നമ്മുടെ ചന്ദ്രഭാഗ നദി അതായത് സ്പിറ്റി വാലിയിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു വരുന്ന നദിയാണിത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാന്നൊക്കെ അടിപൊളി വഴി അങ്ങോട്ടുള്ള ഇവിടെ നമ്മൾ അടിയമ്പ ടെമ്പിളിലേക്ക് പോവാണ്. മാൾ റോഡിന്റെ ബാക്കിലാണ്. ആണോ? ഇതാണ് മണാലിയിലെ ഹിഡിംബ ടെമ്പിൾ. മാൾ റോഡിന് തൊട്ടടുത്താണ് ഹിഡിംബ ടെമ്പിൾ. 6 മണിക്കൂർ ക്ലോസ് ആവും. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇതിൻ്റെ പേര് സിദ്ധു അല്ലേ? ഇത്ര റേറ്റ് കിतना है? 100. हाँ ओके, थैंक यू. अभी आएगा. ये वाला भजी में क्या है? मिक्स भजी, आलू प्याज पालक. हाँ, आलू प्याज पालक. കൊള്ളാം. ഇവർക്കും കൊടുക്കുന്നേ. ആ അവ പിടിച്ചോ. ആ സുന്ദരിയുണ്ട്. പെട്ടെന്ന് നോക്കിക്കോ, 1% മാൾ റോഡിലാണ്, മണാലിയിലെ മാൾ റോഡ് ആണോ? ഇതാണ് ലിങ്ക്ഡി എന്നൊരു ഡിഷ്. അത് പഹാഡിയിൽ കാണുന്ന സാധനമാണെന്നാണ് പറയുന്നത്. ചീര പോലത്തെ ഒരു സാധനം. ധാരാളം ബേഡ്സ് വരും കേട്ടോ ഇവിടെ. ഉണ്ട്, അവിടെയൊക്കെ കുറേ ബേഡ്സ് ഉണ്ട്. കണ്ടില്ലേ, കാട്ടുതേൻ ശേഖരിക്കാണ് ഇവര്. 3rd ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. ബ്രേക്ക്ഫാസ്റ്റോടുകൂടി തുടങ്ങും. പക്ഷേ 3rd ഡേ ഒരു പ്രൊഫഷണൽ വെച്ചാൽ മഴയാണ്. ഇന്ന് മഴയാണ്. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, ടൈം ഒന്ന് മാറ്റേണ്ടി വരും. 3rd ഡേ ആദ്യം പോയത് ജാന വാട്ടർഫാൾസിലേക്കാണ്. അവിടെ വെച്ച് മണാലിയിലെ ട്രഡീഷണൽ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇത് സിഡു ആണ്. ഇത് സിഡു, ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് സിഡു എന്ന് പറയും. ഇതെന്താ? മക്കി റോട്ടി പറഞ്ഞാല് നമ്മുടെ കോണിന്റെ റോട്ടി. കോൺ അല്ലേ? ഓക്കെ, കോണുണ്ടാക്കുന്ന റൊട്ടിയാണ് ഇത്. ഇത് ഇവിടുത്തെ ചട്നിയാണ്. മിർച്ച് ചട്നി. ഇത് നമ്മുടെ ലിങ്ക്ഡി അവിടെ കണ്ടു, കഴിഞ്ഞ ദിവസം കഴിച്ചു. ഇത് ഇവിടുത്തെ ശർക്കര പൊടിച്ചത്. അതിനൊപ്പം ഇവിടെ ദേസി ഗീ ലോക്കൽ ഗായുടെ ഗീ ആണ്. ഓ വെരി ഗുഡ്, നൈസ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ജാന വില്ലേജിലാണ് നമ്മളിപ്പോൾ. ജാന വാട്ടർഫാൾസ് ആണ് പുറകിലുള്ളത്. ഇതെന്താ ചെയ്യേണ്ടത്?
ഇതെന്താ ഇത്ര ആക്രാന്ത ഞാൻ എൻ്റെ എന്താ പറയാ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. റെഡ് റൈസ് ആണിത്. ഇതെന്താ സംഭവം? ചെടു ഭാരം വലിച്ചുകൊണ്ട് വന്ന കഴുതനെ കണ്ട. ജാന വാട്ടർഫാൾസിന് മുന്നിൽ റോഡിൽ വെച്ചിട്ടാണ് റീൽസിൻ്റെ പ്രാക്ടീസ്. ജാന വാട്ടർഫാൾസിൽ നിന്ന് മടങ്ങാണ്. ഒരു വശത്ത് ഭയങ്കരമായ കുയ്യാണ് കുയ്യ്, മറ്റേ വശത്താണെങ്കിൽ മലയും. അടിപൊളി റൂട്ട് തന്നെയാണ് കേട്ടോ. നല്ല ഡേഞ്ചറസ് റൂട്ടാണ്. വണ്ടിക്കകത്ത് പാട്ടും കളി ചെയ്തുകൊണ്ട് പലരും ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജാന വാട്ടർഫാൾസിൽ നിന്ന് മടങ്ങി ഷെൽബിൻ്റെ ഹോം സ്റ്റേയിലേക്ക് എത്തുന്നതിന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ വേറൊരു ഫാൾസ് ഉണ്ട്. അതും നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫാൾസാണ്. ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് പടങ്ങളൊക്കെ എടുത്തു. അധിക സമയം അവിടെ നിൽക്കാൻ കഴിയില്ല വെള്ളത്തിൽ, കാരണം എന്ന് വെച്ചാൽ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ആപ്പിൾ തോട്ടത്തിലാണ് എല്ലാവരും. അതെ, ഓ ഉരുകിട്ടോ. ഇന്നലെ മിനിയാന്ന് എന്തോരം ഫുള്ള് ഇതായിരുന്നത്. ഫുൾ ഐസായിരുന്നു. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഫുള്ള് ഉരുക്കി അവിടെ. ഇവൻ പറഞ്ഞ മാതിരി ഇതല്ലേ പോളിനേഷന് വേണ്ടി കെട്ടിച്ചതാ ആപ്പിൾ. കയ്പായിരിക്കും. അതാ സബർ ജില്ല ഉണ്ടോ? സബർ ജില്ല ഉണ്ടോ അവിടെ? സബർ ജില്ല ഉണ്ടായിരുന്നോ? കുറച്ചുകൂടി ഹോം സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു ടെമ്പിളാണിത്. ഇവിടെ കുറേ റീൽസൊക്കെ എടുക്കലും നടപ്പും ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതിന്റെ പേരാണ് ജുമ്മ. മട്ടൺ സോസേജ് ആണ്. മട്ടൺ സോസേജ് ആണ്. ഇവിടെ ഹിമാചലിലെ നഗറിലാണ് ഞങ്ങൾ. നഷാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്, ഹിമാചൽ ഡിഷാണിത്. ഓ വാവോ, ഇതിങ്ങനെയാണ് സ്റ്റീം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മോമോസ് വെരി ടേസ്റ്റി ഫുഡ്. സോസേജ് അല്ലേ? ചൗമീൻ എന്ന് പറഞ്ഞാൽ നൂഡിൽസ് തന്നെയാണ്, പക്ഷേ ഇവിടെ പൊതുവെ ചൗമീൻ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, കഴിച്ചോളൂ. അതോടെ വെജ് ചൗമീൻ എപ്പോഴും വെജ് ആയിരിക്കും. നോൺ വെജ് ഉണ്ടോ? ശരിയാ കഴിച്ചോളൂ. എല്ലാവരും കഴിച്ചോളൂ. ആക്ച്വലി ഇത് ഓർഡർ ചെയ്ത് അപ്പുറത്തേക്കാണെങ്കിലും എല്ലാവരും കഴിച്ചോളൂ. ടേസ്റ്റ് ഉണ്ടോ? തള്ളക്കത്തള്ളി അല്ലല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ഹോട്ടലിന് പേരൊന്നുമില്ല. ചില പേരുകളില്ലാത്ത ഹോട്ടലുകളാണ് നമുക്ക് പലപ്പോഴും യാത്രയിൽ സക്സസ് ആവാറ്. അടിപൊളി ഫുഡായിരുന്നു. ഇത് നോക്കിയേ, എന്ത് ഫ്രഷ് അല്ലേ. കോളിഫ്ലവർ ഇങ്ങനെ പറിച്ചെടുത്തൊക്കെയാണ്. തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്താണ്. ഈ ആപ്പിളിൽ തന്നെ മെയിൽ പ്ലാന്റും ഉണ്ട്, ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഫീമെയിൽ പ്ലാന്റേ കഴിക്കുള്ളൂ. അപ്പം അതിന് ഈ പോളിനേഷന് വേണ്ടിയിട്ട് ഇത് വെക്കുന്നതാണ്, ഇങ്ങനെ കെട്ടി തൂക്കണതാണിത്. മെയിൽ പ്ലാന്റ് ആണെങ്കിൽ ഫ്ലവർ ചെയ്യുള്ളൂ. ചെറുതായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ റീൽസിൻ്റെ ട്രെയിലറാണ്. സോ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.